ഹലോ ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ എന്നത്തെയും പോലെ സൺഡേസിലെ കറണ്ട് അഫയേഴ്സ് സെഷൻ ആണ്. ബാക്കിയുള്ള ക്ലാസ്സുകൾ NCERT ക്ലാസ്സുകളും അതുപോലെ നമ്മുടെ ലൈവുകളും ഒക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും മറ്റും നിങ്ങൾ കമന്റ് സെഷനിൽ അറിയിക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് ക്ലാസ് മിസ്സാവാതെ കാണാനായി ശ്രമിക്കുക. നമ്മളിപ്പോൾ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പരമാവധി ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എല്ലാവരും അത് പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ടും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ആവാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സെഷനിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മിത്തും സയൻസും ഒരു പുനർവായന എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മിത്തും സയൻസും ഒരു പുനർവായന എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ വി ആനന്ദ ബോസ് ആണ്. ഡോക്ടർ വി ആനന്ദ ബോസ്. മിത്തും സയൻസും ഒരു പുനർവായന എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ വി ആനന്ദ ബോസ് ആണ്. 28ാമത് കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ ബുക്ക് ഓഫ് ദി ഇയർ മലയാള രത്ന പുരസ്കാരം നേടിയത് ഇദ്ദേഹമാണ്. ബുക്ക് ഓഫ് ദി ഇയർ മലയാള രത്ന പുരസ്കാരം നേടിയത് ബംഗാൾ ഗവർണറായ ഡോക്ടർ ആനന്ദ് ബോസ് ആണ്. ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം നേടാൻ സഹായിച്ച പുസ്തകമാണ് മിത്തും സയൻസും ഒരു പുനർവായന എന്നത്. 28ാമത് കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവാണ് ഡോക്ടർ വി ആനന്ദ ബോസ്. ബംഗാൾ ഗവർണറായ ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം, ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിക്കുന്നതിന് കാരണമായിട്ടുള്ള പുസ്തകമാണ് മിത്തും സയൻസും ഒരു പുനർവായന എന്നത്. മിത്തും സയൻസും ഒരു പുനർവായന. പുസ്തക രചയിതാവ് ഡോക്ടർ വി ആനന്ദ ബോസ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണ് ഇ ഡ്രോപ്പ് സോഫ്റ്റ്വെയർ എന്നത്. ഇ ഡ്രോപ്പ് സോഫ്റ്റ്വെയർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായിട്ട് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ പറഞ്ഞ ഇ ഡ്രോപ്പ് സോഫ്റ്റ്വെയർ എന്നത്. ഈ വർഷത്തെ 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് നിയമന പ്രക്രിയയൊക്കെ സുഗമമാക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇ ഡ്രോപ്പ് സോഫ്റ്റ്വെയർ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണ് ഇ ഡ്രോപ്പ് സോഫ്റ്റ്വെയർ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഇ ഡ്രോപ്പ്. 11ാമത് ഫിഡെ ചെസ് ലോകകപ്പിന്റെ വേദി. 11ാമത് ഫിഡെ ചെസ് ലോകകപ്പിന്റെ വേദിയാണ് ഗോവയാണ് 11ാമത് ഫിഡെ ചെസ് ലോകകപ്പിന്റെ വേദി. ഏക മലയാളി വനിതയാണ് ദിവ്യ ദേശ്മുഖ്. 11ാമത് ഫിഡെ ചെസ് ലോകകപ്പിൽ പങ്കെടുക്കുന്ന ഏക മലയാളി വനിതയാണ് ദിവ്യ ദേശ്മുഖ്. ഇത്തവണ ഗോവയിലാണ് വേദി എന്ന് പറഞ്ഞു. ഇതിനു മുന്നേ അവസാനമായി ഇന്ത്യ വേദിയായത് 2002 കേട്ടോ. 2002 അവസാനമായി ഇന്ത്യ വേദിയാവുന്നത്. അത് ഹൈദരാബാദിലായിരുന്നു കേട്ടോ. ഹൈദരാബാദിൽ വെച്ചായിരുന്നു 2002 വേദി എന്ന് പറയുന്നത്. 11ാമത്തെ ലോകകപ്പാണ് എവിടെ വെച്ചാണ്? ഗോവയിൽ വെച്ചാണ്. ഓക്കെ. സൈബർ സാമ്പത്തിക കുറ്റവാളികളെ കുരുക്കുന്നതിനായി സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തിയ നീക്കത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സൈ ഹണ്ട് എന്നത്. ഓപ്പറേഷൻ സൈ ഹണ്ട് സൈബർ സാമ്പത്തിക കുറ്റവാളികളെ കുരുക്കുന്നതിനായിട്ടാണ് ഈ ഒരു നീക്കം. പോലീസ് നീക്കമാണ്. സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തിയ ഈ ഒരു നീക്കത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സൈ ഹണ്ട് എന്നത്. ഓപ്പറേഷൻ സൈ ഹണ്ട് സൈബർ സാമ്പത്തിക കുറ്റവാളികളെ കുരുക്കുന്നതിനായി സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തിയ നീക്കത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സൈ ഹണ്ട്. ഓക്കെ, അപ്പൊ ഇതൊന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ, മിത്തും സയൻസും ഒരു പുനർവായന എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ വി ആനന്ദ ബോസ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടി സോഫ്റ്റ്വെയർ പുറത്തിറക്കിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ. എന്താണ് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ പേര് എന്ന് ചോദിച്ചാൽ ഇ ഡ്രോപ്പ് സോഫ്റ്റ്വെയർ എന്നതാണ്. ഇ ഡ്രോപ്പ് സോഫ്റ്റ്വെയർ. 11ാമത് ഫിഡെ ചെസ് ലോകകപ്പിന്റെ വേദി. 11ാമത് ഫിഡെ ചെസ് ലോകകപ്പിന്റെ വേദി ഗോവയാണ്. ഗോവ. ഇതിനു മുന്നേ അവസാനമായി ഇന്ത്യയിൽ വെച്ച് നടന്നത് 2002 അവസാനമായി ഇന്ത്യ വേദിയായത് 2002 എവിടെ വെച്ചായിരുന്നു? ഹൈദരാബാദിലാണ്.
സൈബർ സാമ്പത്തിക കുറ്റവാളികളെ കുരുക്കുന്നതിനായി സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തിയ നീക്കത്തിന്റെ പേര് ഓപ്പറേഷൻ സൈഹണ്ട്. ഓപ്പറേഷൻ സൈഹണ്ട്. സൈബർ കുറ്റവാളികളെ കണ്ടെത്തുന്നതിനായിട്ടാണ് സൈഹണ്ട്, ഓപ്പറേഷൻ സൈഹണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത്, ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ മലയാളിയാണ് മാനുവൽ ഫെഡറിക്. മാനുവൽ ഫെഡറിക് അദ്ദേഹം ഈ അടുത്തിടെയാണ് അന്തരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിപ്പോ ചോദിച്ചത്. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ മലയാളിയാണ് ഇദ്ദേഹം. ഗോൾ മുഖത്തെ കടുവ എന്നാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഇദ്ദേഹം ഒളിമ്പിക് മെഡൽ നേടുന്ന, ഒളിമ്പിക് ഹോക്കി മെഡൽ നേടിയ ആദ്യത്തെ മലയാളിയാണ് ഒളിമ്പ്യൻ മാനുവൽ ഫെഡറിക്. ഒളിമ്പ്യൻ മാനുവൽ ഫെഡറിക് ഒളിമ്പിക് മെഡൽ നേടുന്ന, ഒളിമ്പിക് ഹോക്കി മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളിയാണ്. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ഹോളണ്ടിനെ തോൽപ്പിച്ച വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിന്റെ ഗോളിയായിരുന്നു ഇദ്ദേഹം. 1972 നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ഗോളിയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ കായിക രംഗത്തെ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് 2019 രാജ്യം ഇദ്ദേഹത്തിന് ധ്യാൻ ചന്ദ് പുരസ്കാരം നൽകി ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഗോൾ മുഖത്തെ കടുവ എന്നാണ്. മാനുവൽ ഫെഡറിക്കിനെ വിശേഷിപ്പിക്കുന്ന പേരാണ് ഗോൾ മുഖത്തെ കടുവ. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ മലയാളി ആരാണ്? മാനുവൽ ഫെഡറിക് ആണ്. മാനുവൽ ഫെഡറിക്. അടുത്തത്, ആരുടെ ജന്മദിനമാണ് ഏക്താ ദിവസായി ആഘോഷിക്കുന്നത്? ഏക്താ ദിവസായി നമ്മൾ ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമാണ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമാണ് ഏക്താ ദിവസായി നമ്മൾ ആഘോഷിക്കുന്നത്. ഒക്ടോബർ 31 നാഷണൽ യൂണിറ്റ് ഡേ അല്ലെങ്കിൽ ഏക്താ ദിവസ് എന്ന് പറയുന്നത്. ഈ ഒരു വർഷം അദ്ദേഹത്തിന്റെ, സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാമത്തെ ജന്മവാർഷികം കൂടിയാണ് എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഏക്താ ദിവസായി ആഘോഷിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമാണ്. ഈ വർഷം ആഘോഷിച്ചത് അദ്ദേഹത്തിന്റെ 150ാമത് ജന്മവാർഷികം കൂടിയാണ്. ഓക്കെ, അടുത്തതൊരു പുസ്തകമാണ്. ഇതാണെന്റെ ജീവിതം. ഇതാണെന്റെ ജീവിതം എന്നത് ആത്മകഥ ആരുടേതാണ്? E.P. ജയരാജന്റേതാണ്. ഇതാണെന്റെ ജീവിതം എന്ന ആത്മകഥ രചിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു ആത്മകഥ E.P. ജയരാജന്റേതാണ്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗമായ E.P. ജയരാജന്റെ ആത്മകഥയാണ് ഇതാണെന്റെ ജീവിതം. ഇതാണെന്റെ ജീവിതം. അടുത്തത്, ഡിക്ഷണറി.com ഈ വർഷത്തെ വാക്കായിട്ട് തിരഞ്ഞെടുത്തത്, ദി വേർഡ് ഓഫ് 2025 ആയി തിരഞ്ഞെടുത്തത് 67 എന്നതിനെയാണ്. 67, 67 എന്ന ഈ ഒരു വാക്ക്, ഇത് വാക്കാണോ എന്ന രീതിയിലൊക്കെ ഒരു ചർച്ചയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാക്കിനെയാണ് ഈ വർഷത്തെ വാക്കായിട്ട് ദി വേർഡ് ഓഫ് 2025 ആയി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഡിക്ഷണറി.com ഈ വർഷത്തെ വാക്കായി തിരഞ്ഞെടുത്തത് 67 എന്നതിനെയാണ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് റിവൈസ് ചെയ്യുമ്പോൾ, ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? മാനുവൽ ഫെഡറിക് ആണ്. മാനുവൽ ഫെഡറിക്. ഇദ്ദേഹം അറിയപ്പെടുന്ന പേരെന്താണ്? ഗോൾ മുഖത്തെ കടുവ എന്നാണ്. ഗോൾ മുഖത്തെ കടുവ. ആരുടെ ജന്മദിനമാണ് ഏക്താ ദിവസായി ആഘോഷിക്കുന്നത്? ഏക്താ ദിവസായി ആഘോഷിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമാണ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമാണ്. ഇതാണെന്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? E.P. ജയരാജൻ. E.P. ജയരാജന്റെ ആത്മകഥയാണ് ഇതാണെന്റെ ജീവിതം. ഡിക്ഷണറി.com ഈ വർഷത്തെ വാക്കായി തിരഞ്ഞെടുത്തത് ഏതാണ്? 67 എന്ന 67 67. അടുത്തത്, അതിദാരിദ്ര്യം തുടച്ചു നീക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം, അതിദാരിദ്ര്യം തുടച്ചു നീക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. നമ്മുടെ കേരളം. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ ആരാണ്? സംസ്ഥാനത്തെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനാണ് റസൂൽ പൂക്കുട്ടി. റസൂൽ പൂക്കുട്ടിയാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ. വൈസ് ചെയർപേഴ്സൺ ആണ് കുക്കു പരമേശ്വരൻ. കുക്കു പരമേശ്വരനാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ. അപ്പോൾ അധ്യക്ഷൻ റസൂൽ പൂക്കുട്ടിയും വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരനുമാണ്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ റസൂൽ പൂക്കുട്ടി, വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ. അടുത്തത് PSCയുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് കേരള പുരസ്കാരങ്ങൾ. ഈ അടുത്തിടെയാണ് 2025 കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത്.
ഇതിൽ കേരള ജ്യോതി പുരസ്കാരമാർക്ക്, കേരള പ്രഭാ പുരസ്കാരമാർക്ക്, കേരള ശ്രീ പുരസ്കാരമാർക്ക് എന്നൊക്കെ PSC എടുത്ത് ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ പോലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഒരാൾക്കാണ്. കേരള ജ്യോതി പുരസ്കാരം ഡോക്ടർ MR രാഘവാചാര്യർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഡോക്ടർ MR രാഘവാചാര്യർക്കാണ് കേരള ജ്യോതി പുരസ്കാരം. കേരള ജ്യോതി പുരസ്കാരം ഡോക്ടർ MR രാഘവാചാര്യർക്കാണ് ലഭിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭ്യമാകുന്നത്. കേരള ജ്യോതി പുരസ്കാരം നേടിയത് ഡോക്ടർ MR രാഘവാചാര്യരാണ്. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് കേരള ജ്യോതി പുരസ്കാരം ഇദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. അടുത്തത് കേരള പ്രഭാ പുരസ്കാരമാണ്. 2 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്, PB അനീഷ് അതുപോലെ രാജശ്രീ വാര്യർ. കേരള പ്രഭാ പുരസ്കാരം 2 പേർക്കാണ്. കാർഷിക മേഖലയിലെ സംഭാവനകൾക്ക് PB അനീഷിനും അതുപോലെ കലാരംഗത്തെ സംഭാവനകൾക്ക് രാജശ്രീ വാര്യർക്കുമാണ് കേരള പ്രഭാ പുരസ്കാരം നൽകിയിട്ടുള്ളത്. കേരള പ്രഭാ പുരസ്കാരം 2 പേർക്കാണ്. PB അനീഷ് എന്തിനായിരുന്നു? കാർഷിക മേഖലയിലെ സംഭാവനകൾക്കാണ് PB അനീഷിന് പുരസ്കാരം ലഭിക്കുന്നത്. കലാരംഗത്തെ സംഭാവനകൾക്കാണ് രാജശ്രീ വാര്യർക്ക് പുരസ്കാരം ലഭിക്കുന്നത്. അടുത്തത് കേരള ശ്രീ പുരസ്കാരമാണ്. കേരള ശ്രീ പുരസ്കാരം 5 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഒന്നാമതായിട്ട് മാധ്യമ പ്രവർത്തനത്തിന് ശശികുമാർ മാധ്യമ പ്രവർത്തനത്തിനാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭ്യമാകുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് TKM ട്രസ്റ്റ് ചെയർമാൻ ആയിട്ടുള്ള ഷഹൽ ഹസന്, വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഷഹൽ ഹസൻ മുസലിയാർക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. കേരളശ്രീ പുരസ്കാരം ലഭിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തെ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനമാണ്. TKM ട്രസ്റ്റിന്റെ ചെയർമാൻ ആണ് ഇദ്ദേഹം, ഷഹൽ ഹസൻ മുസലിയാർ. അടുത്തത് MK വിമൽ ഗോവിന്ദ് ആണ്. MK വിമൽ ഗോവിന്ദ് ഇദ്ദേഹം സ്റ്റാർട്ടപ്പ് രംഗത്തെ ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സംഭാവനകൾക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. സ്റ്റാർട്ടപ്പ് രംഗത്തെ സംഭാവനകൾക്കാണ് MK വിമൽ ഗോവിന്ദിന് പുരസ്കാരം ലഭിക്കുന്നത്. പിന്നീട് ജിലുമോൾ മാരിയറ്റ് തോമസ് വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ജിലുമോൾ മാരിയറ്റ് തോമസിന് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. പിന്നീട് അഭിലാഷ് ടോമിയാണ്. കായിക രംഗത്ത് നിന്ന് അഭിലാഷ് ടോമിക്കുമാണ് ഈ വർഷത്തെ കേരള ശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനെ 5 പേർക്കാണ്. ശശികുമാർ, ഷഹൽ ഹസൻ മുസലിയാർ, MK വിമൽ ഗോവിന്ദ്, ജിലുമോൾ മാരിയറ്റ് തോമസ്, അഭിലാഷ് ടോമി. ഈ പേരുകളെല്ലാം തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡബിൾ സ്റ്റാർ ഇട്ട് വെച്ചോളൂ കേട്ടോ. കേരള ജ്യോതി പുരസ്കാരം ഡോക്ടർ MR രാഘവാചാര്യർ, കേരള പ്രഭാ പുരസ്കാരം PB അനീഷ്, രാജശ്രീ വാര്യർ, കേരള ശ്രീ പുരസ്കാരം ശശികുമാർ, ഷഹൽ ഹസൻ മുസലിയാർ, MK വിമൽ ഗോവിന്ദ്, ജിലുമോൾ മാരിയറ്റ് തോമസ്, അഭിലാഷ് ടോമി. ഓക്കെ, അപ്പൊ ഇതൊന്ന് റിവൈസ് ചെയ്യാം. അതിദാരിദ്ര്യം തുടച്ചു നീക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. കേരളം. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ ആരാണ്? റസൂൽ പൂക്കുട്ടിയാണ്. റസൂൽ പൂക്കുട്ടി. വൈസ് ചെയർപേഴ്സൺ ആരാണ്? വൈസ് ചെയർപേഴ്സൺ ആണ് കുക്കു പരമേശ്വരൻ. ഓക്കെ, ഇനി കേരള പുരസ്കാരങ്ങളാണ്. 2025 കേരള പുരസ്കാരങ്ങളാണ്. ഒന്നാമത് കേരള ജ്യോതി പുരസ്കാരം ഡോക്ടർ MR രാഘവാചാര്യർ, കേരള പ്രഭാ പുരസ്കാരം PB അനീഷ്, രാജശ്രീ വാര്യർ എന്നിവർക്കാണ്. കേരള ശ്രീ പുരസ്കാരം ശശികുമാർ, ഷഹൽ ഹസൻ മുസലിയാർ, MK വിമൽ ഗോവിന്ദ്, ജിലുമോൾ മാരിയറ്റ് തോമസ്, അഭിലാഷ് ടോമി എന്നിവർക്ക്. ഓക്കെ, അടുത്തതൊരു ഉപഗ്രഹമാണ്. ഏതാണ്? സൈനിക സേവനങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് വിക്ഷേപിക്കപ്പെടുന്ന ഉപഗ്രഹമാണ്. വിക്ഷേപിച്ച് ഇത് ഭ്രമണപഥത്തിൽ എത്തുകയും ചെയ്തു. സൈനിക സേവനങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് CMS-03 എന്നത്. CMS-03 എന്ന ഉപഗ്രഹമാണ് വിക്ഷേപിക്കുന്നത്. ഓക്കെ, അപ്പൊ സൈനിക സേവനങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് CMS-03. അടുത്തത് KR ഗൗരിയമ്മ പുരസ്കാരം. KR ഗൗരിയമ്മ പുരസ്കാരം നേടിയത് അരുണ റോയ് ആണ്. സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള അരുണ റോയ് ആണ് KR ഗൗരിയമ്മ പുരസ്കാരം നേടിയ വ്യക്തി എന്ന് പറയുന്നത്. KR ഗൗരിയമ്മ പുരസ്കാരം നേടുന്നത് അരുണ റോയ് ആണ്.
ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയം ഏതാണ്? ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയമാണ് ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം. ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയം. അടുത്തത് ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമി. ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമി ആയി യുനെസ്കോ പട്ടികയിൽ ഇടം നേടിയത്, യുനെസ്കോ പട്ടികയിൽ അടുത്തിടെ ഇടം നേടിയത് ലക്നൗ ആണ്. ലക്നൗ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമി ആയി യുനെസ്കോ പട്ടികയിൽ ഇടം നേടിയത് ലക്നൗ ആണ്. ലക്നൗ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം. പുരസ്കാരങ്ങളെല്ലാം തന്നെ വളരെ 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 പ്രധാനപ്പെട്ടതാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? നേടിയ കവി ആരാണ്? കവി KG ശങ്കരപ്പിള്ളയാണ്. ശങ്കരപ്പിള്ള. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് കവി KG ശങ്കരപ്പിള്ളയാണ്. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത്. പുരസ്കാര തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ ഒരു പുരസ്കാരം. ഓക്കെ, അപ്പൊ 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് KG ശങ്കരപ്പിള്ള. 2025 24 ഒക്കെ നോക്കി വെക്കണം കേട്ടോ. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് KG ശങ്കരപ്പിള്ള. അപ്പൊ ഇതൊന്ന് റിവൈസ് ചെയ്യാം. സൈനിക സേവനങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് വിക്ഷേപിക്കപ്പെട്ട ഉപഗ്രഹം ഏതാണ്? CMS-03 ആണ്. CMS-03. KR ഗൗരിയമ്മ പുരസ്കാരം നേടിയത് അരുണ റോയ് ആണ്. അരുണ റോയ്. KR ഗൗരിയമ്മ പുരസ്കാരം നേടിയത് അരുണ റോയ്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം ഏതാണ്? ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം ആണ്. ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം. ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമി ആയി യുനെസ്കോ പട്ടികയിൽ അടുത്തിടെ ഇടം നേടിയത് ലക്നൗ ആണ്. ലക്നൗ. ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമി ആയി യുനെസ്കോ പട്ടികയിൽ അടുത്തിടെ ഇടം നേടിയത് ലക്നൗ ആണ്. ലക്നൗ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്, 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് കവി KG ശങ്കരപ്പിള്ളയാണ്. KG ശങ്കരപ്പിള്ള. അടുത്തത് 2025 വനിതാ ലോകകപ്പ് കിരീടം. 2025 വനിതാ ലോകകപ്പ് കിരീടത്തിന്റെ ജേതാവ് നമ്മളാണ്, ഇന്ത്യൻ ടീമാണ്. 2025 വനിതാ ലോകകപ്പ് കിരീട ജേതാവ് ഇന്ത്യയാണ്. ജേതാക്കളായ നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആണ് ഹർമൻപ്രീത് കൗർ. ഹർമൻപ്രീത് കൗർ ആണ് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ. ഇനി പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിരുന്നു. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആണ് ദീപ്തി ശർമ്മ. ദീപ്തി ശർമ്മ. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ദീപ്തി ശർമ്മ. ഇനി പ്ലെയർ ഓഫ് ദി ഫൈനൽ. പ്ലെയർ ഓഫ് ദി ഫൈനൽ ആരാണ്? ഷെഫാലി ആണ്. ഷെഫാലി. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ദീപ്തി ശർമ്മ. പ്ലെയർ ഓഫ് ദി ഫൈനൽ ഷെഫാലിയാണ്. ഷെഫാലി. ഇനി ദക്ഷിണാഫ്രിക്കൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? ദക്ഷിണാഫ്രിക്കൻ ടീമിന്റെ ക്യാപ്റ്റൻ ആണ് ലോറ വോൾവാർഡ്. ലോറ വോൾവാർഡ്. ലോറ വോൾവാർഡ് ആണ് ദക്ഷിണാഫ്രിക്കൻ ടീമിന്റെ ക്യാപ്റ്റൻ. ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആണ് ഹർമൻപ്രീത് കൗർ. അപ്പോൾ 2025 വനിതാ ലോകകപ്പിന്റെ കിരീട ജേതാക്കളാണ് നമ്മുടെ ഇന്ത്യ. അങ്ങനെ ഇന്ത്യ വനിതാ ലോകകപ്പ് ഫൈനലിൽ എത്തിയത് ആകെ 3 തവണയാണ്. ഒന്ന് 2005 2005. പിന്നീട് വന്നിട്ടുള്ളത് 2017 2017. പിന്നീട് മൂന്നാമത് 2025 അങ്ങനെ ഇന്ത്യ വനിതാ ലോകകപ്പ് ഫൈനലിൽ എത്തുന്നത് ആകെ 3 തവണയാണ്. 2005 2017 2025. 2025 വനിതാ ലോകകപ്പ് കിരീട ജേതാക്കൾ നമ്മളാണ്, ഇന്ത്യൻ ടീമാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ക്ലിയർ അല്ലേ? ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആണ് ഹർമൻപ്രീത് കൗർ. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആണ് ദീപ്തി ശർമ്മ. പ്ലെയർ ഓഫ് ദി ഫൈനൽ ആണ് ഷെഫാലി. ദക്ഷിണാഫ്രിക്കൻ ടീമിന്റെ ക്യാപ്റ്റൻ ആണ് ലോറ വോൾവാർഡ്. അടുത്തത് COP30 വേദി. COP30 COP30 വേദിയാണ് ബെലേം, ബ്രസീൽ. ബ്രസീലിലെ ബെലേം ആണ് COP30 വേദി. COP എന്നാൽ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നാണ് പൂർണ്ണരൂപം വരുന്നത്. ഇത് UN-ന്റെ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് ആണ്. UN-ന്റെ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് ആണ് ഈ പറയുന്ന COP എന്നുള്ളത്. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 30ാമത് വേർഷൻ ആണ്. വേദി വരുന്നത് ബ്രസീലിലെ ബലേമാണ്. ബലേമിലാണ്. ബ്രസീലാണെന്ന് ഓർത്തിരിക്കുക. ബലേമാണ് COP30 വേദി.
ബലയമാണ് ബ്രസീൽ. ഇനി 2025 G20യുടെ വേദി വരുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. ജോഹന്നാസ്ബർഗ് സൗത്ത് ആഫ്രിക്കയാണ് വരുന്നത്. ജോഹന്നാസ്ബർഗ് 2025 G20യുടെ G20 ഉച്ചകോടിയുടെ വേദി വരുന്നത് ജോഹന്നാസ്ബർഗ് ആണ്. സൗത്ത് ആഫ്രിക്ക ജോഹന്നാസ്ബർഗ് ആണ് G20യുടെ 2025 വേദി. ഓക്കെ, അപ്പൊ ഇത് റിവൈസ് ചെയ്യാം. 2025 വനിതാ ലോകകപ്പ് കിരീട ജേതാവ് ടീം ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ആണ്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ദീപ്തി ശർമ്മ. പ്ലെയർ ഓഫ് ദി ഫൈനൽ ഷെഫാലി. ദക്ഷിണാഫ്രിക്കൻ ടീമിന്റെ ക്യാപ്റ്റൻ ലോറ വോൾവാർഡ് ആണ്. COP30 കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 30യുടെ വേദി ബ്രസീലിലെ ബലേം. 2025 G20യുടെ വേദി വരുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. ജോഹന്നാസ്ബർഗ്. ഓക്കെ, അടുത്തത് 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. 55ാമത് എത്രാമതാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മികച്ച നടൻ ആരാണ്? മമ്മൂട്ടി. ബ്രഹ്മയുഗം എന്ന ചിത്രത്തിന് മമ്മൂട്ടിക്കാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ മികച്ച നടൻ മമ്മൂട്ടിയാണ്. മികച്ച നടി ഷംല ഹംസയാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത്. ജനപ്രിയ സിനിമ പ്രേമലു. അടുത്തത് ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുള്ള പ്രത്യേക അവാർഡ് നേടിയത് പായൽ കബാഡിയാണ്. സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് പ്രത്യേക അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേടിയത് പായൽ കബാഡിയ. സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുള്ള പ്രത്യേക അവാർഡ് നേടിയത് പായൽ കബാഡിയ. ഇനി മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞു. മികച്ച നടനുള്ള 7ാമത്തെ സംസ്ഥാന പുരസ്കാരമാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത്. 7ാമത്തേതാണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1984 അടിയൊഴുക്കുകൾ എന്ന ചിത്രത്തിന് 1984 അടിയൊഴുക്കുകൾ. 1989 ഒരു വടക്കൻ വീരഗാഥ, മൃഗയ, മഹായാനം എന്നീ ചിത്രങ്ങൾക്ക്. 1994 പൊന്തൻമാട, വിധേയൻ, വാത്സല്യം എന്നീ ചിത്രങ്ങൾക്ക്. 2004 ആയപ്പോഴേക്കും കാഴ്ച എന്ന ചിത്രത്തിനാണ്. 2009 ഇദ്ദേഹമാണ് ജേതാവ്. പാലേരി മാണിക്യം, ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തിന് മമ്മൂട്ടി തന്നെയാണ് മികച്ച നടൻ. ഇദ്ദേഹത്തിന് പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രമാണ് നൻപകൽ നേരത്ത് മയക്കം എന്നത്. 2024 ഒടുവിൽ 7ാമതായിട്ട് ബ്രഹ്മയുഗം എന്ന ചിത്രത്തിനാണ് ഏറ്റവും അവസാനമായി അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. 7ാമത്തെ പുരസ്കാരമാണ് ഇദ്ദേഹത്തിന്റെ 7ാമത്തെ സംസ്ഥാന പുരസ്കാരം. മികച്ച നടനുള്ള 7ാമത്തെ സംസ്ഥാന പുരസ്കാരമാണ് മമ്മൂട്ടി സ്വന്തമാക്കുന്നത്. ചിത്രം ബ്രഹ്മയുഗമാണ് 7ാമത്തേത്. ഓക്കെ, 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. 55ാമത് സംസ്ഥാന പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മികച്ച നടൻ മമ്മൂട്ടി, മികച്ച നടി ഷംല ഹംസ, ജനപ്രിയ സിനിമ പ്രേമലു ആണ്. സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുള്ള പ്രത്യേക അവാർഡ് നേടിയത് പായൽ കബാഡിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.